നമസ്കാരം. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട റിവിഷന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ 2026 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സ്, MCQ ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിലാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 ഡേയ്സ് ചാലഞ്ച് ഏകദേശം ഇങ്ങനെ തീരാനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഇത്രയും ദിവസം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ, നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് പറയാട്ടോ. ഓക്കെ, നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ മുന്നിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഓരോ നോട്ട്സും എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒരു വരി പോലും ഇമ്പോർട്ടന്റ് അല്ലാത്തത് അല്ല കേട്ടോ. അതായത് എല്ലാ പോയിന്റും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നോർമലി നമ്മളൊരു PDF നോട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 പേജിന്റെ ഒക്കെ ഒരു PDF നോട്ട്സ് ആണെങ്കിൽ അതിൽ ചിലപ്പോൾ 10 പേജ് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് ആ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ബോറില്ലാതെ കുറെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ നോട്ട്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഓരോരുത്തരും ഇന്നൊന്ന് കമന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പറയുന്ന പോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവാം. ഓൾറെഡി ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല റിവിഷൻ ആയിരിക്കും ഇതിലൂടെ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഫസ്റ്റ് വൺ, ജൂൺ 15 മുതൽ നമ്മൾ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. 2026 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തേത് പറയുന്നത്, ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പുറപ്പെടുവിച്ച സംസ്ഥാനം. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, നമ്മുടെ കേരളം തന്നെയാണ്. ഓൾറെഡി മറ്റുള്ള സംസ്ഥാനങ്ങൾ കർണാടകയാണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തമിഴ്നാട് ആണെങ്കിലും ഒക്കെ ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളവും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ജൂൺ 15 മുതലാണ്. എന്നാണ്? ജൂൺ 15. മെയ് മാസത്തിൽ തന്നെ പ്രഖ്യാപനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂൺ 15 മുതലാണ് ഇത് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇങ്ങനെ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ, സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ട്രാൻസ് വുമൻസിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഏത് സ്കീമിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേതാണ്? പ്രിയദർശിനി സ്കീമാണ് കേട്ടോ. പ്രിയദർശിനി എന്ന് പറയുന്ന ആ ഒരു സ്കീമിൻ പ്രകാരമാണ് ഇങ്ങനെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് വുമൻസിനും ജൂൺ 15 മുതൽ സൗജന്യമായിട്ട് KSRTC ബസ്സിലെ യാത്ര അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലഹരി മാഫിയയെയും മയക്കുമരുന്ന് വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി. അല്ലെ, നമ്മൾ ഇതിനോടകം തന്നെ ഒരുപാട് ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് കേസുകളാണ് ഈ ഒരു എന്താ പറയാ പദ്ധതി പ്രകാരം പിടിച്ചെടുത്തിട്ടുള്ളത്. എന്താണ് ആ പദ്ധതിയുടെ പേര്? ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയാണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ലഹരി മാഫിയയെയും മയക്കുമരുന്ന് വ്യാപനത്തെയും അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള പോലീസ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഏതാണ് ഓപ്പറേഷൻ തൂഫാൻ? ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പിലാക്കിയിട്ടുള്ള മറ്റൊരു പദ്ധതിയുണ്ട്. എന്താണ് അതിന്റെ പേര്? ഓപ്പറേഷൻ സീറോ. ഓപ്പറേഷൻ എന്താണ്? സീറോ അല്ലെ, സീറോ ആക്കി മാറ്റുക. അതായത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ അഴിമതിയാണ്. അഴിമതി പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുക അല്ലെ, സീറോ ആക്കി മാറ്റുക. അഴിമതിയൊക്കെ സീറോ ആക്കി മാറ്റുക എന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ വിജിലൻസ് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സീറോ. എന്താണ്? ഓപ്പറേഷൻ സീറോ. ഇനി അടുത്തത്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നയം പുറപ്പെടുവിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അതും നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കാണ് കേട്ടോ, സ്കൂൾ വിദ്യാർത്ഥിനികൾക്കാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നയം പുറപ്പെടുവിച്ച ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് നമ്മുടെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? VD സതീശൻ ആണ് അല്ലെ. VD സതീശൻ എന്ന് പറയുമ്പോൾ ആരാണ്? വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശനാണ്. അപ്പൊ ഈ പരീക്ഷയിൽ നമുക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ.
അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് മന്ത്രിമാരും അവരുടെ വകുപ്പുകളൊക്കെ പഠിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പഠിക്കട്ടോ. ഞാൻ അതിന്റെ കോഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഒരുപാട് യൂട്യൂബ് ചാനൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലും നോക്കി കണ്ട് പഠിക്കാട്ടോ. നമ്മളിപ്പോ അതിലൂടെ ഒന്ന് സ്പീഡായിട്ട് റിവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പൊ മന്ത്രിമാരും അവരുടെ വകുപ്പ് തലങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? വി ഡി സതീശനാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്? 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്ക. വി ഡി സതീശന് എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? 24ാമത്തെ മുഖ്യമന്ത്രി. എന്നാല് മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് 13 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയുന്നത് എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ, വ്യക്തിയായിട്ടുള്ള എത്രാമത്തെ ആളാണെന്ന് ചോദിച്ചാൽ അത് എത്രയാമത്തെയാണ്? 13ാമത്തെ വ്യക്തിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. എത്രാമത്തെ വ്യക്തിയാണ്? 13ാമത്തെ. എന്നാൽ കേരളത്തിന്റെ എത്രാമത് മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ അത് 24ാമത് മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഏത് നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പറവൂരാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പറവൂർ നിയോജക മണ്ഡലം. ഏതാണ്? പറവൂർ. പറവൂർ. വി ഡി സതീശൻ ഏതാണ്? പറവൂർ നിയോജക മണ്ഡലം. ഓക്കെ, ഇനി 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF എത്ര സീറ്റുകളിലാണ് അധികാരം നേടിയത് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 102 സീറ്റുകൾക്കാണ് കേട്ടോ. 102 സീറ്റുകൾക്കാണ്. നമുക്കറിയാം മൊത്തം എത്രയാണ്? 140 സീറ്റുകളാണ് ഉള്ളത് അല്ലെ. അതിലെ 102 സീറ്റുകളും UDF-ഉം പിന്നെ വരുന്ന 35 സീറ്റുകൾ ആരാണ്? LDF ആണ്. ബാക്കി വരുന്ന 3 സീറ്റുകൾ ആരാണ്? BJP ആണ് നേടിയിട്ടുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചേക്ക. 102 സീറ്റുകൾ ആരാണ്? UDF-ഉം അതുപോലെ തന്നെ 35 സീറ്റുകളാണ് LDF-ഉം. BJP 3 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അവര് പ്രതിനിധീകരിച്ച മണ്ഡലവുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ജസ്റ്റ് കോഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ കോഡൊക്കെ കണ്ട് പഠിച്ച ആളുകളാണെങ്കിൽ ആ കോഡ് ഉപയോഗിക്കുക. ഇനി കോഡൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് നല്ലൊരു കോഡ് കണ്ടു പഠിക്കട്ടോ. കാരണം ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. നമ്മളിപ്പോ കുറഞ്ഞ സമയം ആയതുകൊണ്ട് കോഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. മന്ത്രി അല്ലെ, വി ഡി സതീശനാണ്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? പൊതുഭരണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ധനകാര്യം വരുന്നുണ്ട്, തുറമുഖം വരുന്നുണ്ട്, നിയമം വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. നമുക്കറിയാം അല്ലെ, പൊതുഭരണം എന്ന് പറയുമ്പോൾ ആർക്കേ വരുള്ളൂ? നമ്മുടെ വി ഡി സതീശനായിട്ടുള്ള മുഖ്യമന്ത്രി അല്ലെ, അദ്ദേഹത്തിനെ വരുള്ളൂ. അതിന്റെ കൂടെ തന്നെ ധനകാര്യവും ആർക്ക് കൊടുത്തിട്ടുണ്ട്? വി ഡി സതീശന് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്? തുറമുഖവും നിയമവും ആർക്കുള്ളതാണ്? വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉള്ളതാണ്. അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലം ചോദിച്ചാൽ അത് ഏതാണ്? പറവൂർ മണ്ഡലമാണ്. ഏതാണ്? പറവൂർ മണ്ഡലം. ഇനി അടുത്തത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പറ്റിയിട്ടാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഏതൊക്കെ വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? ആഭ്യന്തരവും അതുപോലെ തന്നെ വിജിലൻസും. ഓർത്തു വെച്ചേക്ക. വിജിലൻസും ആഭ്യന്തരവും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? രമേശ് ചെന്നിത്തലയാണ്. ഇനി അദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ അതേതാണ്? ഹരിപ്പാടാണ് കേട്ടോ. അപ്പൊ രമേശ് ചെന്നിത്തല ഹരിപ്പാടാണ്. വി ഡി സതീശനാണെങ്കിൽ പറവൂരാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിയാണ്. നമുക്കറിയാം ഈ കേരള നിയമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള മന്ത്രിയാണ് ആര്? PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി കൂടിയാണ് ആര്? നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി. അതായത് ഈ പറയുന്ന 16ാമത് കേരള മന്ത്രിസഭയില് ഏറ്റവും പ്രായമേറിയിട്ടുള്ള മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഇനി അദ്ദേഹത്തിന്റെ വകുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാ വരുന്നത്? വ്യവസായവും വരുന്നുണ്ട്, അതുപോലെ തന്നെ IT-യും. വ്യവസായവും IT-യും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക. വ്യവസായവും IT-യുമാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? PK കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കിയാൽ നമുക്കറിയാം മലപ്പുറമാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആരാണ്? CP ജോൺ ആണ്. CP ജോൺ ഏതാണ്? ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഗതാഗതമാണല്ലേ. നമ്മുടെ നിലവിലെ ഗതാഗത മന്ത്രിയാണ് ആര്? CP ജോൺ. CP ജോൺ എന്താണ്? ഗതാഗത മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കിയാൽ അതേതാണ്? തിരുവനന്തപുരമാണ്. മണ്ഡലം തിരുവനന്തപുരമാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് മോൻസ് ജോസഫ് ആണ്. മോൻസ് ജോസഫിന് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ജലവിഭവമാണ് കേട്ടോ. ഓർത്തു വെച്ചേക്ക. മോൻസ് ജോസഫ് ജലവിഭവമാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കിയാൽ അത് കടത്തുരുത്തിയാണ് കേട്ടോ. കടത്തുരുത്തിയാണ് മണ്ഡലം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അടുത്തത് കെ മുരളീധരനാണ്. മുരളീധരന് കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ നോക്കിയാൽ ആരോഗ്യവും ദേവസ്വവുമാണ്. അപ്പം ആരോഗ്യവും ദേവസ്വവും ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? കെ മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? വട്ടിയൂർക്കാവ്. കെ മുരളീധരന്റെ മണ്ഡലം ചോദിച്ചാൽ അതേതാണ്? വട്ടിയൂർക്കാവാണ്. ഓക്കെ, ദെൻ അടുത്ത നോക്കാം, സണ്ണി ജോസഫ് ആണ്. സണ്ണി ജോസഫിന്റെ വകുപ്പുകൾ നോക്കിയാൽ വൈദ്യുതിയും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വൈദ്യുതിയും പാർലമെന്ററി കാര്യവുമാണ് സണ്ണി ജോസഫിന് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പേരാവൂർ മണ്ഡലമാണ്. ഇത്രയും എടുത്ത കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ 16ാമത് മന്ത്രിസഭയെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വി.ഡി. സതീശന് ഏതൊക്കെ വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്? ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയാണെങ്കിലോ ആഭ്യന്തരവും വരുന്നുണ്ട്, വിജിലൻസും വരുന്നുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലോ ഏതൊക്കെയാണ്? വ്യവസായവും IT-യുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗതാഗത മന്ത്രിയാണെങ്കിൽ അതാരാണ്? അത് CP ജോൺ ആണ് അല്ലെ? അപ്പൊ CP ജോൺ ആണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മോൻസ് ജോസഫ് ആണെങ്കിൽ ഏതായിരുന്നു വകുപ്പ്? അത് ജലവിഭവമാണ്. ഇനി കെ മുരളീധരൻ ആണെങ്കിൽ ആരോഗ്യവും ദേവസ്വവും. ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ആരോഗ്യം ദേവസ്വം, ആരോഗ്യം ദേവസ്വം മുരളീധരനാണ്. സണ്ണി ജോസഫിനാണെങ്കിലോ വൈദ്യുതിയും പാർലമെന്ററി കാര്യവുമാണ് കൊടുത്തിരിക്കുന്നത്. സണ്ണി ജോസഫിന് വൈദ്യുതിയും പാർലമെന്ററി കാര്യവുമാണ്. ഇനി ഷിബു ബേബി ജോണിന് ഏതൊക്കെ വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വനം, അതുപോലെ തന്നെ നൈപുണ്യ വികസനം. വനവും കൊടുത്തിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നൈപുണ്യ വികസനവും. ഈ 2 വകുപ്പുകളാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഷിബു ബേബി ജോണിന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ അനൂപ് ജേക്കബിനാണ്. അനൂപ് ജേക്കബ് ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ഭക്ഷ്യം, പൊതുവിതരണം. ഭക്ഷ്യം, പൊതുവിതരണം അല്ലെ? നമുക്ക് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഭക്ഷ്യവും പൊതുവിതരണവും. ഇതാരാണ് കൈകാര്യം ചെയ്യുന്നത്? അനൂപ് ജേക്കബ് ആണ്. ആരാണ്? അനൂപ് ജേക്കബ് ആണ്. ഇനി അനിൽകുമാർ, AP അനിൽകുമാർ ആണെങ്കിൽ അത് റവന്യൂ ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്ക. റവന്യൂ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? AP അനിൽകുമാർ ആണ്. റവന്യൂ വിഭാഗം AP അനിൽകുമാർ ആണ്. അനിൽകുമാറിന്റെ മണ്ഡലം ചോദിച്ചാൽ വണ്ടൂരാണ്. നമുക്ക് എല്ലാ മണ്ഡലവും ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പഠിച്ചു വെച്ചേക്കാം. മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വകുപ്പുകളെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പം AP അനിൽകുമാർ ചോദിച്ചാൽ അതേതാണ്? റവന്യൂ വകുപ്പാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി PC വിഷ്ണുനാഥിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസവും സാംസ്കാരികവും. അതും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അല്ലെ? ടൂറിസവും സാംസ്കാരികവും. അപ്പൊ ടൂറിസവും അതുപോലെ തന്നെ സാംസ്കാരികവും ഈ 2 പറയുന്ന വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? PC വിഷ്ണുനാഥ് ആണ്. ആരാണ്? വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥ് ആണ് ടൂറിസവും അതുപോലെ തന്നെ സാംസ്കാരികവും കൈകാര്യം ചെയ്യുന്നത്. ഇനി M ലിജു എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? എക്സൈസും സഹകരണവും. സഹകരണ മന്ത്രി, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ ഇനി ആരാണത്? M ലിജു ആണെന്ന് ഓർത്ത് വെച്ചേക്ക. ആരാണ്? M ലിജു ആണ് എക്സൈസും അതുപോലെ തന്നെ സഹകരണവും കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്തത് PK ബഷീർ ആണ്. ബഷീറിന്റെ വകുപ്പ് നോക്കിയാൽ നമുക്ക് കിട്ടും പൊതുമരാമത്താണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? PK ബഷീർ ആണ്. ആരാണ്? PK ബഷീർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? PK ബഷീർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം അടുത്തത് N ഷംസുദ്ദീൻ ആണ്. N ഷംസുദ്ദീന് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? പൊതുവിദ്യാഭ്യാസം വഖഫ്. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? N ഷംസുദ്ദീൻ ആണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസവും അതുപോലെ തന്നെ വഖഫും ഓർത്തു വെച്ചേക്കട്ടോ. വിദ്യാഭ്യാസമൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസം അതുപോലെ തന്നെ വഖഫ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് N ഷംസുദ്ദീൻ ആണ്. ഇനി KM ഷാജി ഏതാണ് കൈകാര്യം ചെയ്യുന്നത്? അത് തദ്ദേശ സ്വയംഭരണമാണ്. അപ്പൊ ഷാജി കൈകാര്യം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണം. ഷാജി ഏതാണ് കൈകാര്യം ചെയ്യുന്നത്? തദ്ദേശ സ്വയംഭരണമാണ്. അതുപോലെ അടുത്ത ആളാണ് T സിദ്ദിഖ് ഏതാണ്? കൃഷിയാണ് കേട്ടോ. അപ്പൊ കൃഷി ഏതാണ്, അല്ലെങ്കിൽ കൃഷി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഏത് മന്ത്രിയാണെന്ന് ചോദിച്ചുള്ളത് ആരാണ്? T സിദ്ദിഖ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ ബിന്ദു കൃഷ്ണ, നമുക്കറിയാം 2 വനിതകളാണ് ഈ ഒരു മന്ത്രിസഭയിൽ ഉള്ളത് അല്ലെ? ആരൊക്കെയാണ്? ബിന്ദു കൃഷ്ണയും ഉണ്ട്, അതുപോലെ തന്നെ KA തുളസിയും ഉണ്ട്. ഈ ബിന്ദു കൃഷ്ണ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് തൊഴില്, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം. ഒന്ന് ഓർത്ത് വെച്ചേ, തൊഴില് വരുന്നുണ്ട്, അതുപോലെ വനിതാ ശിശുക്ഷേമം വരുന്നുണ്ട്, പിന്നെ ഏതാണ്? ക്ഷീരവികസനം. അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ബിന്ദു കൃഷ്ണയാണ്.
അതിന്റെ കൂടെ തന്നെ നമ്മുടെ മറ്റ് വനിതയായിട്ടുള്ള KA തുളസി കൈകാര്യം ചെയ്യുന്നത് എന്താ? പിന്നോക്ക വിഭാഗക്ഷേമമാണ് കേട്ടോ. അപ്പൊ പിന്നോക്ക വിഭാഗക്ഷേമമാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? KA തുളസി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ പിന്നോക്ക വിഭാഗക്ഷേമം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? KA തുളസി. എന്നാൽ തൊഴിലാണെങ്കിലും വനിതാ ശിശുക്ഷേമമാണെങ്കിലും ക്ഷീര വികസനമാണെങ്കിലും അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ഇനി അടുത്തത് OJ ജനീഷ് ആണ്. നമുക്കറിയാം ഈ ഒരു മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ആര്? OJ ജനീഷ് എന്ന് പറയുന്നത്. അവര് കൈകാര്യം ചെയ്യുന്നത് കായികവും യുവജനക്ഷേമവും അല്ലെ. നമുക്കറിയാം പ്രായം കുറഞ്ഞതല്ലേ, അപ്പൊ കായികവും യുവജനക്ഷേമവുമാണ് അവർ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കായിക മന്ത്രി അതുപോലെ തന്നെ യുവജനക്ഷേമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? OJ ജനീഷ് ആണ്. ആരാണ്? OJ ജനീഷ്. ഇനി അടുത്തത് റോജി M ജോൺ ആണ്. റോജി M ജോൺ ഏതാണ്? ഉന്നത വിദ്യാഭ്യാസമാണ്. അപ്പൊ റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസമാണ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ VE അബ്ദുൾ ഗഫൂർ ആണ്. ഗഫൂർ എന്താണ്? ഫിഷറീസ് ആണ് കേട്ടോ. കണക്ട് ചെയ്ത് വെച്ചേക്കണേ. ഗഫൂർ ഏതാണ്? ഫിഷറീസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ് ആണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ പറഞ്ഞത് ധനകാര്യം, അതുപോലെ തന്നെ തുറമുഖമാണെങ്കിലും നിയമമാണെങ്കിലും പൊതുഭരണമാണെങ്കിലും ഇതൊക്കെ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. നമുക്കറിയാം അദ്ദേഹം വരുന്ന മണ്ഡലം ചോദിച്ചാൽ പറവൂർ മണ്ഡലമാണ്. അതുപോലെ തന്നെ അടുത്ത ആളിലെ നമ്മുടെ രമേശ് ചെന്നിത്തല, നമുക്കറിയാം ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരവും അതുപോലെ തന്നെ വിജിലൻസും ആണ് ആര് കൈകാര്യം ചെയ്യുന്നത്? രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത്. മണ്ഡലം നോക്കുകയാണെങ്കിൽ അതേതാണ്? ഹരിപ്പാട് മണ്ഡലമാണ്. ഇനി PK കുഞ്ഞാലിക്കുട്ടി, നമുക്കറിയാം മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. വ്യവസായവും IT-യുമാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്നത്. ഇനി CP ജോൺ ആണെങ്കിലോ? CP ജോൺ ഗതാഗതമാണ്. CP ജോൺ ഏതാണ്? വകുപ്പ് ചോദിച്ചാല് ഗതാഗതമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി മോൻസ് ജോസഫ് ആണെങ്കിലോ? മോൻസ് ജോസഫ് ജലവിഭവമാണ്. മുരളീധരൻ ആണെങ്കിലോ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? ആരോഗ്യവും ഉണ്ട്, ദേവസ്വവുമാണ് K മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത്. ഇനി വൈദ്യുതി അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമാണെങ്കിൽ അതാരാണ്? സണ്ണി ജോസഫ് ആണ്. വൈദ്യുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ സണ്ണി ജോസഫിനെ ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ വനം നൈപുണ്യ വികസനമാണെങ്കിലോ അതാരായിരുന്നു? ഷിബു ബേബി ജോൺ ആണ് അല്ലെ. ഷിബു ബേബി ജോൺ ആണ് വനം നൈപുണ്യ വികസനമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇനി റവന്യൂ ആണെങ്കിലോ അത് AP അനിൽകുമാർ ആണ്. AP അനിൽകുമാർ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി ടൂറിസവും അതുപോലെ തന്നെ സാംസ്കാരികവുമാണെങ്കിലോ? സാംസ്കാരികം ഇത് രണ്ടും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ടൂറിസവും സാംസ്കാരികമാണെങ്കിൽ PC വിഷ്ണുനാഥ് ആണ് അല്ലെ. വിഷ്ണുനാഥ് ആണെന്ന് ഓർത്തു വെക്കാം. ഇനി ലിജു ആണ് എക്സൈസും അതുപോലെ തന്നെ സഹകരണവും കൈകാര്യം ചെയ്യുന്നത്. പൊതുമരാമത്ത് ആരാണ്? ബഷീർ അല്ലെ. പൊതുമരാമത്ത് കേൾക്കുമ്പോഴേ ബഷീറിനെ ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മുടെ പൊതുവിദ്യാഭ്യാസവും വഖഫും, പൊതുവിദ്യാഭ്യാസം ഷംസുദ്ദീൻ ആണ്. N ഷംസുദ്ദീൻ ആണ്. തദ്ദേശ സ്വയംഭരണം ആർക്കാ കൊടുത്തത്? ഷാജിക്കാണ് അല്ലെ. KM ഷാജിക്കാണ് തദ്ദേശ സ്വയംഭരണം കൊടുത്തത്. കൃഷിയാണെങ്കിൽ T സിദ്ദീഖിനാണ് കൊടുത്തത്. അതുപോലെ നമ്മുടെ വനിതകളായിട്ടുള്ള ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ KA തുളസിയും. KA തുളസിക്ക് കൊടുത്തത് പിന്നോക്ക വിഭാഗക്ഷേമമാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് എന്തൊക്കെയാ കൊടുത്തത്? തൊഴിലും ഉണ്ട്, അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമവും ഉണ്ട്, ക്ഷീര വികസനവും ഉണ്ട്. ഇനി ജനീഷ് നമുക്കറിയാം പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. കായികവും യുവജനക്ഷേമവുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി റോജി M ജോണിനാണെങ്കിലോ അത് ഉന്നത വിദ്യാഭ്യാസമാണ് അല്ലെ. ആ പേരങ്ങ് നോക്കിയാൽ മതി. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് വൺ ഗഫൂർ VE അബ്ദുൾ ഗഫൂർ ഏതാ കൊടുത്തത്? ഫിഷറീസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയിട്ടുള്ളത്, നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ കോഡ് സ്വന്തമായിട്ടൊക്കെ തയ്യാറാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിൽ ഏതെങ്കിലും കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ട് പഠിക്കാം കേട്ടോ. നിർബന്ധമാണ്, പഠിച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് 16ാമത് നമ്മൾ പറഞ്ഞില്ലേ 16ാമത് കേരള നിയമസഭയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ അതാരെയാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് കേട്ടോ. ഓർത്തു വെച്ചേക്കാ, ചോദിക്കും. 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ്. ഓക്കെ, 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന് ചോദിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.
സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അത് ഷാനിമോൾ ഉസ്മാൻ ആണ്. ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. എന്നാൽ 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? പ്രോട്ടേം സ്പീക്കർ അത് ജി സുധാകരനാണ്. മാറാതെ പഠിക്കുക. ഓൾറെഡി നമ്മൾ പറഞ്ഞു 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇനി അതിന്റെ കൂടെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് ചോദിച്ചാൽ അതാരാണ്? അതൊരു വനിതയാണ്. അതാരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ്. ആരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ്. എന്നാൽ പ്രോട്ടേം സ്പീക്കർ ആയിട്ട് ആരെയാണ് ചുമതലയേറ്റത് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ജി സുധാകരനാണ്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ. ഓക്കെ. ഇനി 16ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രായമേറിയ മന്ത്രി കൂടിയാണ് ആര്? പി കെ കുഞ്ഞാലിക്കുട്ടി. ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചത്? മലപ്പുറം മണ്ഡലമാണെന്നും കൂടി ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഫാത്തിമ തഖ്ലിയാണ്. പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ. അപ്പൊ മുസ്ലിം ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഫാത്തിമ തഖ്ലിയാണ്. പേരാമ്പ്ര മണ്ഡലമാണെന്നും കൂടി അവിടെ ഓർത്തു വെക്കാം. ഇനി കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ആരാണ്? കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായത് ഡോക്ടർ എ കൗശികനാണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ കേരളത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായിട്ടുള്ളത് ഡോക്ടർ എ കൗശികനാണ്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയി പ്രഖ്യാപിച്ചത് ഏതാണ്? സിക്കിം ആണ് കേട്ടോ. സിക്കിമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ഇനി പേപ്പർ ഇല്ലാതെ ഡിജിറ്റൽ ആയിട്ടായിരിക്കും അവരെ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പൊ ഇങ്ങനെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഇത് സിക്കിം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? സിക്കിമാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? തമിഴ്നാടാണ്. മുന്നേ ഒരു വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മത്സ്യ ലഭ്യത കൂടുതലുള്ള സംസ്ഥാനമായിട്ട്. ഇപ്പൊ ആരാണ്? തമിഴ്നാടാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ലഭ്യതയുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? തമിഴ്നാടാണ്. ഓക്കെ. ഇനി അടുത്തത് ഈ അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാറിലാണ് ഇതാണ് ആ പതാക. എന്താ പ്രത്യേകത? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പതാകയാണ് എവിടെ കൊണ്ടിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്? വെള്ളത്തിനടിയിൽ അല്ലെ. അണ്ടർ വാട്ടർ അതായത് വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ആയിട്ടുള്ള സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? വിശാഖപട്ടണമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം 2026 ജൂൺ 1 ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ആയിട്ട് ഏതിനെ പ്രഖ്യാപിക്കുന്നത്? സൗത്ത് കോസ്റ്റ് റെയിൽവേ അല്ലെ. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? വിശാഖപട്ടണം. പഠിച്ചു വെച്ചേക്കുക. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ചോദിച്ചാൽ അത് സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. എവിടെയാണ്? വിശാഖപട്ടണം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായിട്ട് മാറിയത് ഉത്തർപ്രദേശിലെ ബന്ദ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഏകദേശം അവിടെ ആ ഒരു സമയത്ത് ഡിഗ്രി സെൽഷ്യസ് നോക്കുകയാണെങ്കിൽ 48.2 സെൽഷ്യസ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. 48.2 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായിട്ട് മാറിയത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ബന്ദ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏതാണ്? ഉത്തർപ്രദേശിലെ ബന്ദ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്ത് തരാം. നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ആയിട്ട് പ്രഖ്യാപിച്ചത് സിക്കിമാണ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക അടുത്തിടെ സ്ഥാപിച്ച് റെക്കോർഡ് നേടിയത് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണെന്ന് ഓർത്തു വെച്ചേക്കാം.
പിന്നെ നമ്മൾ പറഞ്ഞു 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ആയിട്ടുള്ള സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ സ്ഥലമായിട്ട് മാറിയത് ഏതാണ്? ഉത്തർപ്രദേശിലെ ബന്ദ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അതേതാ? തമിഴ്നാടാണ് ട്ടോ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു വകുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യൽ AI വേണ്ടിയിട്ട് ഒരു വകുപ്പ് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പുതിയൊരു വകുപ്പ് രൂപീകരിച്ച മറ്റൊരു സംസ്ഥാനം കൂടിയുണ്ട്. അതേതാണ്? അതാണ് നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന് ശേഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു പുതിയ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തമിഴ്നാടാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം പദ്ധതി ആരംഭിച്ചത് സിന്ധുദുർഗിലാണ്. ഓർത്തു വെച്ചേക്ക, മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധുദുർഗാണ്. ഇനി അടുത്തത്, സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? ആ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ് ട്ടോ. ഓർത്തു വെച്ചേക്ക, സ്കൂളുകളിലും അതുപോലെ തന്നെ മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഏത്? പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. ഏതാണ് ആ സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഓക്കെ, അവിടെയുള്ള സ്കൂളുകളായാലും മദ്രസകളിലായാലും അവിടെ എന്ത് ആലപിക്കണം? വന്ദേ മാതരം ആലപിച്ചിരിക്കണം. അത് അവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമ ബംഗാൾ ആണ്. ഇനി അടുത്തത്, ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണത്? ആസാമാണ്. നമുക്കറിയാം ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ആണ്. അതിനുശേഷം ഗുജറാത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏത് സംസ്ഥാനം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ആസാമും. ഓർത്തു വെച്ചേക്ക, ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന അടുത്ത സംസ്ഥാനം അല്ലെങ്കിൽ അടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ആസാമാണ്. ഏതാണ്? ആസാമാണ്. ഇനി അടുത്തത് ഒരു പോർട്ടലാണ്. പോർട്ടൽ ഏതാണ്? സ്വസ്ഥ ഭാരത് പോർട്ടൽ. എന്താണ് സ്വസ്ഥ ഭാരത് പോർട്ടൽ? അപ്പൊ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴില് വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള പോർട്ടലാണ് ഏത്? സ്വസ്ഥ ഭാരത് പോർട്ടൽ എന്ന് പറയുന്നത്. ഏതാണ്? സ്വസ്ഥ ഭാരത് പോർട്ടൽ. എന്താണ്? കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴില് വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള പോർട്ടലാണ് ഏത്? സ്വസ്ഥ ഭാരത് പോർട്ടൽ എന്ന് പറയുന്നത്. ഏതാണെന്ന് കിട്ടിയല്ലോ? സ്വസ്ഥ ഭാരത് പോർട്ടൽ. ഇനി അടുത്തത്, 2026 മെയ്യിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രശസ്ത ചലച്ചിത്ര താരം ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? വിജയ് ആണ്. വിജയുടെ മുഴുവൻ പേരൊന്ന് ഓർത്ത് വെച്ചേക്ക. സി ജോസഫ് വിജയ് ആണ് ട്ടോ. സി ജോസഫ് ആണ്. സി ജോസഫ് വിജയ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ പാർട്ടി, അതായിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളത്. അദ്ദേഹത്തിന്റെ പാർട്ടി ചോദിച്ചാൽ അത് ഏതാണ്? തമിഴക വെട്രി കഴകമാണ്. ഏതാണ്? തമിഴക വെട്രി കഴകമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ സി ജോസഫ് വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തമിഴക വെട്രി കഴകം. എന്താണ്? തമിഴക വെട്രി കഴകം. ഓർത്തു വെച്ചേക്കണേ. അപ്പൊ നമ്മള് സെക്കൻഡ് ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം. കേരളത്തിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പുതിയ വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതായിരുന്നു? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? സിന്ധുദുർഗാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്കൂളുകളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? പശ്ചിമ ബംഗാളാണ്. അതുപോലെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? ആസാമാണ്. അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴില് വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള പുതിയ പോർട്ടലാണ് ഏത്? സ്വസ്ഥ ഭാരത് പോർട്ടൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വിജയുടെ പാർട്ടി ചോദിച്ചാൽ അത് ഏതായിരുന്നു? തമിഴക വെട്രി കഴകമാണ്. ഓർത്തു വെച്ചേക്കാട്ടോ, തമിഴക വെട്രി കഴകം. ഇനി 2026 മെയ്യിൽ തന്നെയാണ് നമ്മുടെ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നത് അല്ലെ? ആരായിരുന്നു അത്? സുവേന്ദു അധികാരി. അപ്പൊ മമതാ ബാനർജിക്ക് ശേഷം വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വരുന്ന ആദ്യത്തെ BJP മുഖ്യമന്ത്രി കൂടിയാണ്
ആര്? സുവേന്ദു അധികാരി എന്ന് പറയുന്നത്. പ്രത്യേകത എന്താണ്? ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. അപ്പൊ ബംഗാളിലെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? സുവേന്ദു അധികാരിയാണ്. ആരാണ്? സുവേന്ദു അധികാരി. അപ്പൊ നിലവിലെ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരി. ഓർത്തു വെച്ചേക്കാട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ അസമിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? അത് ഹിമാന്ത ബിശ്വ ശർമ്മയാണ് ട്ടോ. അസമിന്റെ പുതിയ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മയാണ്. ആരാണ്? ഹിമാന്ത ബിശ്വ ശർമ്മ. ഓക്കെ അല്ലേ? ഇനി മെയ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ട്, മെയ് 22. എന്താ പ്രത്യേകത? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് അല്ലെ? അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22 എന്ന് പറയുന്നത്. എന്നാണ്? മെയ് 22. ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കഥാകാരനും നോവലിസ്റ്റുമായിട്ടുള്ള വ്യക്തി ആരാണ്? M മുകുന്ദനാണ് ട്ടോ. അപ്പം 2026 ONV പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാല് M മുകുന്ദനാണ്. അവിടെ നിങ്ങൾ 2025 ആർക്കാണ് ലഭിച്ചത് എന്നും കൂടി ഓർത്തു വെച്ചേക്കുക. 2025 പ്രഭാവർമ്മയ്ക്കാണ് ട്ടോ. 2025 പ്രഭാവർമ്മയ്ക്കാണ്. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന അവാർഡുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഓസ്കാർ അവാർഡും അതുപോലെ തന്നെ സിനിമയിൽ വരുന്ന അവാർഡുകളും അതുപോലെ തന്നെ സാഹിത്യ അവാർഡുകളും അതുപോലെ തന്നെ നമ്മുടെ ബജറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വേദികള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷയുടെ മുന്നേ കണ്ടിരിക്കണം. കാരണം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. മുന്നേ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എടുക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അതിന്റെ ക്ലാസ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ കമന്റിൽ കൊടുത്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. നമ്മുടെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും ട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കായികവുമായി ബന്ധപ്പെട്ട് വരുന്ന കറന്റ് അഫേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കണ്ടു തീർക്കണേ. അതിന്റെ നോട്ട്സ് ഞാൻ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ അടുത്ത ദിവസങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട്സും തീർച്ചയായിട്ടും കണ്ടു പഠിക്കാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ എല്ലാ അവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും പഠിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അത് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ ജസ്റ്റ് ആലോചിക്കുക, 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? M മുകുന്ദനാണ്. 2025 നോക്കുകയാണെങ്കിൽ അത് പ്രഭാവർമ്മയാണ്. അപ്പൊ പ്രഭാവർമ്മ കഴിഞ്ഞിട്ടാണ് മുകുന്ദൻ എന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. പ്രഭാവർമ്മ, അത് കഴിഞ്ഞിട്ട് മുകുന്ദൻ. മുകുന്ദൻ 2026 ഓക്കെ, അപ്പം ഇനി അടുത്ത് നോക്കാം. അടുത്തത് 2026 മെയ് മാസത്തില് ഉല്ലാസ് പദ്ധതിയുടെ കീഴില് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്തെയാണ്? സിക്കിമിനെയാണ് ട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഉല്ലാസ് പദ്ധതിക്ക് കീഴില് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിക്കിമാണ്. അപ്പൊ സിക്കിമാണ് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഏത് പദ്ധതിക്ക് കീഴിലുള്ളതാണ്? ഉല്ലാസ് പദ്ധതി കീഴിലുള്ളതാണെന്നും കൂടി ഓർത്തു വെച്ചേക്കാം. അതായത് ഈ ഉല്ലാസ് പദ്ധതിയുടെ പ്രകാരം നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്തെയാണ്? സിക്കിമിനെയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനുള്ള പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം തപാൽ വകുപ്പ് ആവിഷ്കരിച്ച UPI ID സമാനമായ ഡിജിറ്റൽ മേൽവിലാസം ഉപയോഗിക്കുന്നതിനുള്ള പുതിയ ഒരു പദ്ധതിയാണ് ഏത്? ധ്രുവ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഓൾറെഡി എങ്ങനെയാണ് തപാൽ വകുപ്പ് അല്ലെ, നമ്മുടെ ഓരോരുത്തരുടെയും അഡ്രസ്സ് ആ രീതിയിൽ പേരും വീട്ടുപേരൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അഡ്രസ്സ് എന്ന രീതിയിലാണ് സാധാരണയായിട്ട് അവരെന്ത് ചെയ്യാറ്? നമ്മുടെ മേൽവിലാസമായിട്ട് എടുക്കാറുള്ളത് അല്ലെ. ഇനി അതിന് പകരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? UPI ID പകരമായ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു ഡിജിറ്റൽ മേൽവിലാസമായിരിക്കും കൊണ്ടുവരുന്നത്. ആ ഒരു പദ്ധതിയാണ് ഏത്? ധ്രുവ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ധ്രുവ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ഓക്കെ, അതായത് നമ്മുടെ ഡിജിറ്റൽ അഡ്രസ് ആയിരിക്കും, അതിലൂടെ ആയിരിക്കും ഇനി നമ്മുടെ കത്തിടപാടുകളൊക്കെ നടത്തുന്നത്. ആ ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? ധ്രുവ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ബണ്ഡ്ദാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണത്? പശ്ചിമ ബംഗാൾ ആണ് ട്ടോ. അതായത് സ്ത്രീകൾക്ക് മാസം 3000 രൂപ, എത്രയാണ്? 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ബണ്ഡ്ദാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പശ്ചിമ ബംഗാളാണ്. ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണത്? ജനനിയാണ് ട്ടോ. ജനനിയാണ്. മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട്
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത് ജനനി എന്ന് പറയുന്നത്. അപ്പൊ ജനനി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മാതൃ ശിശു അല്ലെ, ആ പേരുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യാം. മാതൃ ശിശു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത് ജനനി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാല് ജോറം അനിയ, അതുപോലെ തന്നെ ആർ ബാലസുബ്രഹ്മണ്യം. അപ്പൊ ഇവരാണ് ഇനി മുതൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായിട്ട് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാണ്? ജോറം അനിയയും അതുപോലെ തന്നെ ആർ ബാലസുബ്രഹ്മണ്യവും. ആരൊക്കെയാണ്? ജോറം അനിയയും അതുപോലെ തന്നെ ആർ ബാലസുബ്രഹ്മണ്യവുമാണ് നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായിട്ട് നിയമിതനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച പ്രയാഗ്രാജിനെയും മീററ്റിനുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഗംഗ എക്സ്പ്രസ് വേ ആണ്. എന്താണ് പ്രത്യേകത? 6 വരി പാതയാണ്. നമ്മുടെ പ്രയാഗ്രാജിനെയും അതുപോലെ തന്നെ മീററ്റിനെയുമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പ്രയാഗ്രാജിനെയും മീററ്റുമായി ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് വേ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ്. എത്ര വരി പാതയാണ്? 6 വരി പാതയാണ്. ഏകദേശം 594 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ. എത്രയാണ്? 594 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ഒന്ന് ഓർത്തു വെച്ചേക്കുക, ഗംഗ എക്സ്പ്രസ് വേ ആണ്. ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ്? പ്രയാഗ്രാജിനെയും അതുപോലെ തന്നെ മീററ്റിനെയുമാണ് കേട്ടോ. പ്രയാഗ്രാജിനെയും മീററ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2026 ഏപ്രിലില് ലൈസൻസ് റദ്ദാക്കിയ പേയ്മെന്റ് ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പേടിഎം പേയ്മെന്റ് ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ റിസർവ് ചോദിക്കും ഇങ്ങനെയായിരിക്കും: റിസർവ് ബാങ്ക് അടുത്തിടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ള പേയ്മെന്റ് ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പേടിഎം പേയ്മെന്റ് ബാങ്ക് ആണ്. അപ്പൊ പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് ആണ് അടുത്തിടെ നമ്മുടെ RBI റദ്ദാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? BCCI ആണ്. അപ്പൊ BCCIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഇനി RTI വെച്ചാൽ കിട്ടൂല. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? BCCIയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ആ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ഓർത്തു വെച്ചേക്കാം. BCCI എന്ന് പറയുന്നത് എന്താ? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ആണ്. നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഏത്? BCCI എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ BCCI നമ്മുടെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റഷ്യയിൽ നടന്ന 48ാമത് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയില് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മോഹമാണ് കേട്ടോ. മലയാള ചിത്രമാണ് മോഹം എന്ന് പറയുന്നത്. അത് എന്തിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? റഷ്യയിലെ മോസ്കോയിൽ വെച്ച് നടന്നിട്ടുള്ള രാജ്യാന്തര ചലച്ചിത്രമേളയില് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രമാണ് ഏതാ? മോഹം എന്ന് പറയുന്നത് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു മലയാള ചിത്രമാണ്. ഈ ഒരു മലയാള ചിത്രമാണ് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി ഈ പറയുന്ന മോഹം എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ഇത് സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഫാസിൽ റസാഖ് ആണ്. ആരാണ്? ഫാസിൽ റസാഖ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ അഭിനയത്തിന് അമൃത കൃഷ്ണകുമാറിന് മികച്ച നടിക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിനിമയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റഷ്യയിൽ നടന്ന 48ാമത് മോസ്കോ രാജ്യാന്തര ചലച്ചിത്രമേളയില് മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഫാസിൽ റസാഖ് ആണ്. ഇനി ഇതിലെ അഭിനയത്തിനാണ് അമൃത കൃഷ്ണകുമാറിന് എന്ത് കിട്ടുന്നത്? മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് 2026 മെയ്യിൽ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്താണ്? ഒപ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഏത്? ദൃഷ്ടി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്തു വെച്ചേക്കാം. 2026 മെയ്യിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒപ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഏത്? ദൃഷ്ടി എന്ന് പറയുന്നത്. എന്താണ്? ദൃഷ്ടി.
ഇത് എവിടെ നിന്നാണ് വികസിപ്പിച്ചിട്ടുള്ളത്? ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഗാലക്സ് ഐ എന്ന് പറയുന്നതാണ് ഇവരാണ് ഈ ഒരു സാറ്റലൈറ്റ് വികസിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ വിക്ഷേപണ വാഹനം നോക്കിക്കഴിഞ്ഞാൽ അതേതാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന ആ ഒരു വിക്ഷേപണ വാഹനത്തിലാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ദൃഷ്ടി എന്ന് പറയുന്നത് കേട്ടോ. ദൃഷ്ടി ഒന്ന് ഓർത്ത് വെച്ചേക്ക. ദൃഷ്ടി എന്ന് പറഞ്ഞാല് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റോസാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആരാണ്? ഗാലക്സ് ഐ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഈ ഒരു സാറ്റലൈറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി വിക്ഷേപണ വാഹനം ചോദിച്ചാൽ അത് ഏതാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിലാണ് ഇത് വിക്ഷേപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ദൃഷ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഡേറ്റ് ഞാൻ വിട്ടുപോയതാണ്, അത് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എന്നാണ് വിക്ഷേപിച്ചതെന്ന് അതിന്റെ ഡേറ്റും വിട്ടുപോയി കൊടുക്കാന്. ജസ്റ്റ് അതൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ബാധയെ തുടർന്ന് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രോഗമേത് എന്ന് ചോദിച്ചാൽ അതേതാണ്? എബോളയാണ് കേട്ടോ. എബോള നമുക്കറിയാം. എബോള എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. അപ്പൊ ഈ ഒരു വൈറസ് രോഗത്തെ തുടർന്നിട്ടാണ് ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്ത് ചെയ്തു? ലോക ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള കോങ്കോയിലും അതുപോലെ തന്നെ ഉഗാണ്ടയിലുമാണ്. കോങ്കോയിലും ഉഗാണ്ടയിലുമാണ് ഈ ഒരു വൈറസ് ബാധ വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ വൈറസിന്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്ക. ഏതാണ്? എബോള വൈറസ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ. 2026 നടന്ന അണ്ടർ-20 ദേശീയ ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. കേരളമാണ് 2026 നടന്ന അണ്ടർ-20 ദേശീയ ഫുട്ബോളിൽ കിരീടം നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയ് മാസത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോവാ കേട്ടോ. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഒരു മാസത്തെയും കൂടി കറന്റ് അഫയേഴ്സ് നോക്കണം. ബാക്കിയുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്പീഡിൽ ഒന്ന് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാം. എന്തെങ്കിലും ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്പീഡിൽ വായിച്ചാലും മതി. ഇല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആ ഒരു PDF തന്നതൊന്ന് സ്പീഡിൽ വായിച്ചു പോയാൽ മതി കേട്ടോ. ഒക്കെ ഉത്തരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഏപ്രിലും കൂടി ഒന്ന് നോക്കാം. ഏപ്രിലത്തെ ഫസ്റ്റ് വൺ നോക്കൂ. 2026 ഏപ്രിലില് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷന്റെ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതി ഏതാണ് അഭിമാന പദ്ധതി? കെ ഫോൺ ആണ് കേട്ടോ. അപ്പൊ എന്താ പ്രത്യേകത? 2026 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷന്റെ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ഏത്? കെ ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ഒരു പദ്ധതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കെ ഫോൺ എന്ന് പറയുന്നത്. അതായത് BPL വിഭാഗക്കാർക്ക് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന രീതിയിലാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ കെ ഫോൺ എന്ന് പറയുന്ന ആ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈ കെ ഫോണിന്റെ ഫുൾ നെയിം ഒന്ന് ഓർത്ത് വെച്ചേട്ടോ. കെ ഫോൺ ആണ്. കെ ഫോൺ എന്ന് പറയുമ്പോൾ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കേട്ടോ. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കെ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പദ്ധതിയാണ് എന്തിന്റെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷന്റെ അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടി ചോദിച്ചാൽ അതേതാണ്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗമൊക്കെ ഉള്ള 40 വയസ്സിനും അതുപോലെ തന്നെ 60 വയസ്സിനും മുകളിലുള്ള വയോജനങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ആ ഒരു വാക്സിനേഷന്റെ പേര് ഒന്ന് ഓർത്ത് വെച്ചേക്ക. ന്യൂമോകോക്കൽ വാക്സിനേഷൻ ആണ്. അതായത് വയോജനങ്ങളുടെ ആരോഗ്യമൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വാക്സിനേഷൻ പരിപാടിയാണ് ഏത്? ന്യൂമോകോക്കൽ വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണത്? നമ്മുടെ കേരളം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഏത്? കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആണ്.
ഈ ഫിലിം ക്രിട്ടിക്സ് അവാർഡില് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എക്കോയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു സിനിമയുടെ പേരൊന്ന് ഓർത്തു വെച്ചേക്കാം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡില് ഏതാണ് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എക്കോയാണ്. സംവിധാനം ദിൻജിത്ത് അയ്യത്താനാണ് കേട്ടോ. ദിൻജിത്ത് അയ്യത്താനാണ് എക്കോ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മികച്ച സംവിധായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡൊമിനിക് അരുൺ ആണ്. നമുക്കറിയാം നമ്മുടെ ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്ന ആ ഒരു സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? ഡൊമിനിക് അരുൺ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിനാണ് എന്ത് ലഭിക്കുന്നത്? മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിക്കുന്നത്. പിന്നെ നടൻ ചോദിച്ചാൽ മോഹൻലാൽ ആണ്. നടി കല്യാണി പ്രിയദർശിനിയും അനശ്വര രാജനുമാണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിനിമയും സംവിധായകനെയും ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച സിനിമ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? എക്കോയാണ്. സംവിധാനം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദിൻജിത്ത് അയ്യത്താനാണ് ആ എക്കോ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി മികച്ച സംവിധായകൻ ആര് എന്ന് ചോദിച്ചുള്ളത് ആരാണ്? ഡൊമിനിക് അരുൺ ആണ്. നമുക്കറിയാം ലോക സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഡൊമിനിക് അരുൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണ്? ആർ രാജശ്രീ ആണ് കേട്ടോ. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹത നേടിയത് ആർ രാജശ്രീയാണ്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാല് അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം നേടിയിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കാം. 2026 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആർ രാജശ്രീയാണ്. ആരാണ്? ആർ രാജശ്രീ. 2025 അത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണന്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ കൃതി ഏത്? അപ്പൊ നമ്മൾ ഓൾറെഡി കേന്ദ്ര സാഹിത്യവും കേരള സാഹിത്യ അവാർഡുകളൊക്കെ ഞാൻ ആ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അതിന്റെ PDF നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ മലയാളത്തിൽ നിന്ന് അർഹത നേടിയിട്ടുള്ള ഒരു കൃതിയാണ് ഏത്? മായാ മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ N പ്രഭാകരന്റെ കൃതിയാണ് ഏത്? മായാ മനുഷ്യന്. അപ്പൊ ഈ പറയുന്ന കൃതിയാണ് മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ അർഹത നേടിയിട്ടുള്ള കൃതി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിൽ നിന്നുള്ള യുവ പുരസ്കാരം നേടിയ അഖിൽ പി ധർമ്മജന്റെ ഒരു നോവൽ ഉണ്ട്. ഏതാണത്? റാം കെയർ ഓഫ് ആനന്ദിയാണ്. ഒരുവിധ ആളുകൾക്കൊക്കെ അറിയുന്ന ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അത് ആരാണ് എഴുതിയിട്ടുള്ളത്? അഖിൽ പി ധർമ്മജനാണ്. ആരാണ്? അഖിൽ പി ധർമ്മജന്. അദ്ദേഹത്തിന് യുവ പുരസ്കാരം നേടുന്നുണ്ട്. അതായത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ മലയാള വിഭാഗത്തിലുള്ള യുവ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര്? അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നോവൽ ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് നേടിയത് ആരാണ് നേടിയത്? മോഹൻകുമാർ ആണ് കേട്ടോ. മോഹൻകുമാർ ആണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് ഉല എന്ന് പറയുന്നത്. ഈ ഒരു കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് നേടിയത് ചോദിച്ചാൽ അതാരാണ്? മോഹൻകുമാർ ആണ്. കൃതി ചോദിച്ചാല് ഉല. കൃതി ഏതാണ്? ഉലയാണെന്നും കൂടി ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സെൻസസുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം ഇപ്പൊ സെൻസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡിജിറ്റൽ സെൻസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ഇത് പൂർത്തീകരിക്കുക. ഇത് എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 2026 ഏപ്രിൽ 1. 2026 ഏപ്രിൽ 1 നമ്മുടെ ആദ്യത്തെ ഈ ഒരു സെൻസസ് ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഏതാണത്? 1855 ആണ് കേട്ടോ. ഒന്ന് ഓർത്തു വെച്ചേക്കാം. 1855 അതാണ് ഈ സെൻസസുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹത്തെയാണ് ഈ ഇന്ത്യൻ സെൻസസ് 2027 ഇന്ത്യൻ സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ആരാണ്? സുദർശൻ പട്നായിക്. ഓക്കെ, സുദർശൻ പട്നായിക് ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണത്? പ്രഗതിയും അതുപോലെ തന്നെ വികാസും. പ്രഗതി
വികാസ്. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ മസ്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രഗതിയും വികാസവുമാണ് നമ്മുടെ ഇന്ത്യൻ സെൻസസ് 2027ന്റെ ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് പറയുന്നത്. പ്രഗതി എന്ന് പറയുന്നത് ഫീമെയിൽ സ്ത്രീയെയും അതുപോലെ തന്നെ വികാസ് എന്ന് പറയുന്നത് പുരുഷനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. നോർത്ത് വെച്ചേക്കാം, പ്രഗതി ആൻഡ് വികാസ്. അതാണ് നമ്മുടെ ഇന്ത്യൻ സെൻസസിന്റെ 2027 സെൻസസിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ എന്നാ ഇതൊക്കെ ആരംഭിച്ചത്? 2026 ഏപ്രിൽ 1 ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ആണ് 1855 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെയെന്ന് ചോദിച്ചുള്ളത് ആരാണ്? സുദർശൻ പട്നായിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 99ാമത് റംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഷേഖ ജീൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണത്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് അല്ലെ. പക്ഷെ ഉത്തർപ്രദേശിലുള്ള ഏതാണ്? ഷേഖ ജീൽ പക്ഷി സങ്കേതം, അതാണ് 99ാമത് റംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 100 റംസാർ സൈറ്റുകൾ ഉണ്ട്. അവിടുന്ന് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് 100ാമത്തെ റംസാർ സൈറ്റ് ഏത് എന്ന് ചോദിക്കാം. ഏതാണത് 100ാമത്തെ റംസാർ സൈറ്റ്? ഏതാ? ജയപ്രകാശ് ബേർഡ് സാങ്ച്വറി ആണ് കേട്ടോ. ജയപ്രകാശ് ബേർഡ് സാങ്ച്വറി ആണ് 100ാമത്തെ റംസാർ സൈറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 100ാമത്തെയാണ് കേട്ടോ, 100ാമത്തെയാണ്. എവിടെയാ സ്ഥലം? UP ആണ് കേട്ടോ. അപ്പൊ ജയപ്രകാശ് നാരായണൻ ബേർഡ് സാങ്ച്വറി ആണ് 100ാമത്തെ റംസാർ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ജയപ്രകാശ് നാരായണൻ ബേർഡ് സാങ്ച്വറി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ UP ആണ്, ഉത്തർപ്രദേശ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂളുകളില് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിത പത്രവായന നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? അത് കർണാടകയാണ് കേട്ടോ. സ്കൂളുകളില് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം എന്ത് ചെയ്യണം? ഒരു 10 മിനിറ്റ് നിർബന്ധമായിട്ടും പത്രവായന നടത്തണം. അങ്ങനെ നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏതാണ് ആ സംസ്ഥാനം? കർണാടക. ഇനി അടുത്ത് നോക്കാം. 2026 ഔദ്യോഗിക ഭാഷാ ഓർഡിനൻസ് പ്രകാരം ഇംഗ്ലീഷിനൊപ്പം ഗാസി, ഗാരോ എന്നീ ഭാഷകളെയും കൂടി ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മേഘാലയാണ്. ഏതാണ്? മേഘാലയ. ഓർത്തു വെച്ചേക്കാം. 2026 ഔദ്യോഗിക ഭാഷാ ഓർഡിനൻസ് പ്രകാരം ഇംഗ്ലീഷിനൊപ്പം ഗാസി, ഗാരോ എന്നീ ഭാഷകളെ ഔദ്യോഗികമായിട്ട് ഭാഷയായി അംഗീകരിച്ച സംസ്ഥാനമാണ് ഏത്? മേഘാലയ എന്ന് പറയുന്നത്. ഏതാണ് ആ സംസ്ഥാനം? മേഘാലയ. ഓർത്തുവെക്കുക. 2026 ഔദ്യോഗിക ഭാഷാ ഓർഡിനൻസ് പ്രകാരം ഇംഗ്ലീഷിനൊപ്പം ഗാസി, ഗാരോ എന്നീ ഭാഷകളെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ച സംസ്ഥാനമാണ് ഏത്? മേഘാലയ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്തുതരാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഫോണുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷന്റെ അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ഏത്? ഫോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ കേരള സർക്കാർ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് നടപ്പാക്കുന്ന വാക്സിനേഷൻ പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതായിരുന്നു? ന്യൂമോകോക്കൽ വാക്സിനേഷൻ പ്രോഗ്രാം ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? കേരളമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫിലിം ക്രിട്ടിക്സ് അവാർഡില് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് എക്കോയാണ്. അതിന്റെ സംവിധാനം ആരാണ്? ദിൻജിത്ത് അയ്യത്താനാണ്. മികച്ച സംവിധായകൻ ചോദിച്ചാൽ ആരാണ്? അത് ഡൊമിനിക് അരുൺ ആണ്. അതുപോലെ 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരാണ്? R രാജശ്രീ ആണ്. 2025 ആലങ്കോട് ലീലാകൃഷ്ണനുമാണ്. അതുപോലെ മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹത നേടിയ കൃതിയാണ് ഏത്? മായാമനുഷ്യൻ എന്ന് പറയുന്നത്. ഈ മായാമനുഷ്യൻ ആരുടേതാണ്? N പ്രഭാകരന്റേതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം നേടിയ അഖിൽ P ധർമ്മജന്റെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? രാം കെയർ ഓഫ് ആനന്ദിയാണ്. ഏതാണ് നോവല്? രാം കെയർ ഓഫ് ആനന്ദി. ഇനി അടുത്തത് 2025 OV വിജയൻ സ്മാരക നോവൽ അവാർഡ് നേടിയത് ഏതാണ്? ഉല എന്ന് പറയുന്ന നോവലാണ്. ആരാണ് നേടിയത്? അത് എഴുതിയിട്ടുള്ള മോഹൻകുമാർ ആണ് OV വിജയൻ സ്മാരക നോവൽ അവാർഡ് 2025 കരസ്ഥമാക്കുന്നത്. ഇനി സെൻസസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ആദ്യഘട്ടം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? 2026 ഏപ്രിൽ 1 ഇതിന്റെ ടോൾ ഫ്രീ നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ട് പറയുന്നത് ഏതാണ്? 1855 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പറയുന്നത് ആരെയാണ്?
ആരെയാണ്? സുദർശൻ പട്നായിക്കിനെയാണ്. ഇനി ഈ ഒരു സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് പറയുന്നത് ആരൊക്കെയാണ്? പ്രഗതി ആൻഡ് വികാസ് ആണ്. ആരൊക്കെയാണ്? പ്രഗതി ആൻഡ് വികാസ് ആണ്. ഇനി ഇന്ത്യയുടെ 100ാമത്തെ റംസാർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? ജയപ്രകാശ് നാരായണൻ ബേർഡ് സാങ്ച്വറി ആണ്. എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ. ഇനി സ്കൂളുകളില് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് നിർബന്ധിതമായിട്ടുള്ള പത്രവായന നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? കർണാടകയാണ്. ഓക്കെ. ഇനി 2026 ഔദ്യോഗിക ഭാഷാ ഓർഡിനൻസ് പ്രകാരം ഇംഗ്ലീഷിനൊപ്പം ഗാസി, ഗാരോ എന്നീ ഭാഷകളെ ഔദ്യോഗികമായിട്ട് ഭാഷയായി അംഗീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അതേതാ? അത് മേഘാലയാണ് കേട്ടോ. ഏതാണ്? മേഘാലയാണ്. നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ അതൊക്കെ എവിടെ കിടക്കുന്നത്? മേഘാലയയിലാണ്. അപ്പൊ അത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നോക്കാം. അടുത്തത് 86% സ്കൂളുകളിലും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? മേഘാലയ എന്ന് പറയുന്നത്. മേഘാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യമാണ് 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് ഏത്? മേഘാലയ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചേക്കാം, മേഘാലയയാണ് കേട്ടോ. ഇനി അടുത്തത് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വിമാനം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ശൂന്യയാണ് കേട്ടോ. ശൂന്യ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വൈദ്യുതിയിലാണ്. അപ്പൊ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനം ചോദിച്ചാൽ അതേതാ വരുന്നത്? ശൂന്യ. ഓർത്തു വെച്ചേക്ക, ശൂന്യ. അടുത്ത നോക്കാം. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഡൽഹിയിലാണ്. എന്താണ്? വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹിയാണ്. എവിടെയാണ്? ഡൽഹിയാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയാ വരുന്നത്? അത് ഡൽഹി മെട്രോയിലാണ്. ഇന്ത്യയിലെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ആദ്യത്തെ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹി മെട്രോയാണ്. ഇനി അടുത്തത് സർക്കാർ ബസ്സുകളില് ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. സർക്കാർ ബസ്സുകളില് ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ചോദിച്ചാൽ അതാരാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന് ഓർത്തുവെക്കുക. അടുത്ത നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എവിടെയാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമമാണ് കേട്ടോ. ഹരിയാനയിലെ ഗുരുഗ്രാമമാണ്. എന്താ പ്രത്യേകത? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ LPG ATM ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ LPG ATM ആണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന് എവിടെ ആരംഭിക്കുന്നത്? ഹരിയാനയിലെ ഗുരുഗ്രാമില് ആരംഭിക്കുന്നത്. എവിടെയാ വരുന്നത്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ഉത്തർപ്രദേശിന്റേതാണ്. അതാണ് പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്നത്. അതായത് ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഏത്? പ്രോജക്റ്റ് ഗംഗ. എന്താണ് പ്രോജക്റ്റ്? പ്രോജക്റ്റ് ഗംഗ. ഓർത്തു വെച്ചേക്കാട്ടോ. ഓക്കെ. ഇനി അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ആർട്ടിമിസ് 2മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് നാസയുടെ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യം. നമുക്കറിയാം എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്? നമുക്കറിയാം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നാസയുടെ ഒരു ദൗത്യമാണ് അല്ലെ. അതായത് ചന്ദ്രനിലേക്ക് മനുഷ്യനെ വീണ്ടും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദൗത്യമാണ് ഏത്? ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. ഈ ആർട്ടിമിസ് 2 എന്ന് പറയുന്ന ദൗത്യം എന്നാണ് വിക്ഷേപിക്കുന്നത്? എന്നാണ്? 2026 ഏപ്രിൽ 2-നാണ്. എവിടെ നിന്നാണ്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് കേട്ടോ. കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് 2026 ഏപ്രിൽ 2-ന് എന്ത് വിക്ഷേപിക്കുന്നത്? ഈ ഒരു ആർട്ടിമിസ് 2 വിക്ഷേപിക്കുന്നത്. അങ്ങനെ ഇവർ ഏപ്രിൽ 2-ന് ഇത് വിക്ഷേപിച്ചു. അങ്ങനെ 10 ദിവസത്തെ യാത്രയാണ്. 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എന്നാണ് ഇവർ തിരിച്ചെത്തിയിട്ടുള്ളത്? 2026 ഏപ്രിൽ 10-നാണ് കേട്ടോ. 2026 ഏപ്രിൽ 10-നാണ്. ഓക്കെ. ഇതില് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായത് ചിലതിൽ നമ്മൾ ഏപ്രിൽ 1 കാണുന്നുണ്ട്, ഏപ്രിൽ 2 കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ പറയാം. ചിലതിലൊക്കെ ഏപ്രിൽ 2 കാണുന്നത്. നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ. ഇനി ഇതിലെ യാത്രക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ആരൊക്കെ വരുന്നുണ്ട്? റീഡ് വൈസ് മാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിക്ടർ ഗ്ലോവർ വരുന്നുണ്ട്.
പിന്നെ നമ്മുടെ ലേഡി ആയിട്ടുള്ള ക്രിസ്റ്റീന കോച്ച് വരുന്നുണ്ട്, പിന്നെ ജെറമി ഹാൻസൺ വരുന്നുണ്ട്. ഈ 4 പേരായിരുന്നു ആർട്ടിമിസ് 2 ദൗത്യത്തിലെ യാത്രക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ള ഒരു ദൗത്യമാണ് ഇത് ആർട്ടിമിസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇതിലുള്ള യാത്രക്കാർ ആരൊക്കെയായിരുന്നു? റീഡ് വൈസ്മാനും വിക്ടർ ഗ്ലോവറും ക്രിസ്റ്റീന കോച്ചും ജെറമി ഹാൻസനും ആണ്. ജസ്റ്റ് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം. ഒരു വൈസ്മാൻ അല്ലെ, ഒരു വൈസ്മാൻ ഉണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് നല്ലൊരു ബുദ്ധിയുള്ള ആളെന്ന് ആലോചിച്ചാൽ മതി. വൈസ്മാനും പിന്നെ ഒരു വ്ളോഗർ ആയിട്ടുള്ള ഒരാളുണ്ട് വിചാരിക്കുക. പേരെന്താണ്? വിക്ടർ ഗ്ലോവർ ആണ്. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വൈസ്മാൻ ഉണ്ട്, ഒരു ഗ്ലോവർ ഉണ്ട്, പിന്നെ ആരാണ് ആ ലേഡി? ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ഇമ്പോർട്ടന്റ് ആണ് ക്രിസ്റ്റീന കോച്ച് അല്ലെ. ഇവരൊക്കെ കോച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരാള് ക്രിസ്റ്റീന കോച്ചും ഉണ്ട്. പിന്നെ ഒരു നല്ല ലുക്ക് ഉള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക, ഹാൻസൺ എന്നാണ്. ഹാൻസൺ കേട്ടോ, ഹാൻസൺ. അങ്ങനെ 4 പേരാണ് ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെയാണ്? വൈസ്മാൻ, ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, അതുപോലെ തന്നെ ഹാൻസൺ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും അതുപോലെ തന്നെ ചന്ദ്രനടുത്ത് പോയ ആദ്യ വനിത എന്ന റെക്കോർഡുമാണ് ആരിവിടെ സ്വന്തമാക്കിയിട്ടുള്ളത്? ക്രിസ്റ്റീന കോച്ച് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്ക ചോദ്യമാണ്. എന്താണ്? ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും ഉണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനടുത്ത് പോയ ആദ്യ വനിത എന്ന റെക്കോർഡുമാണ് ക്രിസ്റ്റീന കോച്ചിന് സ്വന്തമായിട്ടുള്ളത്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് സമാനമായിട്ട് ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യമുള്ള ഒരു താവളം ഒരുക്കുക. ഓക്കെ, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവർ ഡയറക്റ്റ് എവിടെ പോയിട്ട് ഇറങ്ങുന്നില്ല, ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പേടകം അല്ലെ, ഓറിയോൺ പേടകം ചന്ദ്രന്റെ അടുത്തുകൂടി പറന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ ഭ്രമണം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവര് അവിടെ പോയിട്ട് ചന്ദ്രനിൽ പോയിട്ട് ഇറങ്ങുകയല്ല ചെയ്യുന്നത്. ആ ഒരു പേടകത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രന്റെ അടുത്തുകൂടി പറന്ന് ഭൂമിയെ ഭ്രമണം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ദൗത്യത്തിലൂടെ. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, റീഡ് വൈസ്മാന് പകർത്തിയിട്ടുള്ള ഒറ്റ ഫ്രെയിമിലുള്ള ഭൂമിയുടെ ആദ്യ ചിത്രമുണ്ട്. അതിന് കൊടുത്ത പേരെന്താണ്? ഹലോ വേൾഡ് എന്നാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ഇതിലൊരു യാത്രക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് റീഡ് വൈസ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭൂമിയുടെ ഒരു ചിത്രം പകർത്തിയിട്ടുണ്ടായിരുന്നു. അതിന് കൊടുത്ത പേരെന്താണ്? ഹലോ വേൾഡ് എന്നാണ് കേട്ടോ. ആ ഒരു ചിത്രത്തിന് കൊടുത്ത പേരാണ് ഹലോ വേൾഡ്. അതുപോലെ തന്നെ ചന്ദ്രന്റെ മറുപുറത്തോട് ചേർന്നിട്ടുള്ള തിളക്കമുള്ള ഗർത്തത്തിന് യാത്രികർ നൽകിയിട്ടുള്ള പേരുണ്ട്. അതിന്റെ പേരെന്താണ്? കരോൾ ആണ് കേട്ടോ. കരോൾ ആണ്. അതായത് ചന്ദ്രന്റെ പുറത്തോട് ചേർന്നിട്ടുള്ള ആ ഒരു തിളക്കമുള്ള ഗർത്തത്തിന് അവർ കൊടുത്ത പേരെന്താണ്? കരോൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെച്ചേക്ക. എന്നാണ് വിക്ഷേപിക്കുന്നത്? 2026 ഏപ്രിൽ 2-നാണ്. ഇവര് തിരിച്ചു വരുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2026 ഏപ്രിൽ 10-നാണ്. ഇനി ഇതിലുള്ള യാത്രക്കാരെ ചോദിച്ചാൽ ആരൊക്കെ വരുന്നുണ്ട്? റീഡ് വൈസ്മാൻ വരുന്നുണ്ട്, വിക്ടർ ഗ്ലോവർ വരുന്നുണ്ട്, ക്രിസ്റ്റീന കോച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജെറമി ഹാൻസൺ വരുന്നുണ്ട്. ആ 4 പേരാണ് അതിലെ യാത്രക്കാരെന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്റ്റീന കോച്ചിന്റെ ആ ഒരു റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഒന്ന്, ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന റെക്കോർഡും അതുപോലെ തന്നെ ചന്ദ്രനടുത്ത് പോയ ആദ്യ വനിത എന്ന റെക്കോർഡും ഒക്കെയാണ് ക്രിസ്റ്റീന കോച്ചിനുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഹലോ വേൾഡ് എന്താണെന്നും കരോൾ എന്താണെന്നും ഒക്കെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാം. ആർട്ടിമിസ് 2 തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കാം. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപാദന രാജ്യമായിട്ട് മാറിയത് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപാദക രാജ്യമായിട്ട് മാറിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത്, നമ്മുടെ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ബലേന്ദ്ര ഷായ് ആണ് കേട്ടോ. ഓർത്തു വെച്ചേക്കാം. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? ബലേന്ദ്ര ഷായ് ആണ്. ഇനി അടുത്തിടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യം ചോദിച്ചാൽ അതേതാണ്? അർജന്റീനയാണ്. അപ്പൊ അടുത്തിടെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അർജന്റീനയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രാം സ്ഥാനമാണ്? 116-ാം സ്ഥാനമാണ് കേട്ടോ. 116-ാം സ്ഥാനമാണ് 2026 ലോക സന്തോഷ സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. എത്രയാണ്? 116-ാം സ്ഥാനമാണ്. ഒന്നാം സ്ഥാനം ആരാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 116-ാം സ്ഥാനമാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം.
2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? പാകിസ്ഥാനാണ് കേട്ടോ. അപ്പൊ പാകിസ്ഥാനാണ് ഏറ്റവും മലിനീകരണമുള്ള രാജ്യമായിട്ട് കണക്കാക്കുന്നത്. അതായത് 2025 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള രാജ്യമായിട്ട് പറയുന്നത് ഏത് രാജ്യത്തെയാണ്? പാകിസ്ഥാനെയാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമായിട്ട് പറയുന്നത് 6ാം സ്ഥാനമാണ്. പക്ഷെ നിങ്ങൾ ഈ പാകിസ്ഥാനാണ് 1ാം സ്ഥാനത്തുള്ളത് എന്ന കാര്യം അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത്, നമ്മൾ ഈ പറയുന്ന വേദികളൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് അല്ല, എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ PDF ഒക്കെ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ 2026 G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് കേട്ടോ. G7 ഉച്ചകോടി 2026 എവിടെയാണ്? ഫ്രാൻസ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത്, സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനം എന്താണ്? അതിന്റെ പേര് സചേത് പോർട്ടൽ ആണ് കേട്ടോ. സചേത് പോർട്ടൽ. അപ്പൊ സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ള കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനമാണ് ഏത്? സചേത് പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നികുതി പാലിക്കലും റിട്ടേൺ ഫയലിംഗും ലളിതമാക്കുന്നതിന് ആദായ നികുതി വകുപ്പ് ആരംഭിച്ച പുതിയ AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് ഏതാണത്? കർസാത്തിയാണ് കേട്ടോ. കർസാത്തിയാണ്. നികുതി പാലിക്കലും റിട്ടേൺ ഫയലിംഗും ഒക്കെ ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ആദായ നികുതി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് ആണ് ഏത്? കർസാത്തി എന്ന് പറയുന്നത്. ഏതാണ്? കർസാത്തി. അതുപോലെ തന്നെ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ പ്രത്യേകത? സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാനം വ്യാപകമായി നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഏത്? ഓപ്പറേഷൻ സൈ ഹണ്ട്. ഏതാണ്? ഓപ്പറേഷൻ സൈ ഹണ്ട്. അതുപോലെ അടുത്ത് നോക്കാം, നമ്മുടെ BIM ആപ്പ് ഉണ്ടല്ലോ. ഈ BIM ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായ ക്രിക്കറ്റ് താരം ചോദിച്ചുള്ളത് ആരാണ്? MS ധോണിയാണ്. അപ്പൊ BIM ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതനായ ക്രിക്കറ്റ് താരമാണ് ആര്? MS ധോണി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കാട്ടോ. BIM ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ MS ധോണിയാണ്. ദെൻ അടുത്തത്, ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമായിട്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ള ഒരു ബില്ലുണ്ട്. ആ ബില്ലാണ് ജൻ വിശ്വാസ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ചെറുകിട നിയമലംഘനങ്ങളും അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ശിക്ഷകളെ ലഘൂകരിക്കുന്നതിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണ് ജൻ വിശ്വാസ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. അടുത്തത്, പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയത് ആരാണ്? കർണാടകയാണ് കേട്ടോ. അപ്പൊ പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 കിരീടം നേടിയത് കർണാടകയാണ്. ഛത്തീസ്ഗഡ് ആയിരുന്നു വേദി എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? മോർവീർ ആണ് കേട്ടോ. ഇതിന്റെ ഭാഗ്യചിഹ്നം മോർവീർ ആണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 23ാം സ്ഥാനമാണ്. അതായത് പ്രഥമ ഗേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസില് കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 23ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ഭാഗ്യചിഹ്നമായിട്ട് പറയുന്നത് മോർവീറിനെയാണ്. ഇനി എവിടെ വെച്ചിട്ടാണ് ഇത് നടന്നത്? ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ് നടന്നത്. അവിടെ ആരാണ് വിജയികളായത് എന്ന് ചോദിച്ചാൽ കർണാടകയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത്, 2026 ഏപ്രിലിൽ പുറത്തുവിട്ട അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയത് ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പൊ 2026 ഏപ്രിലിൽ പുറത്തുവിട്ടിട്ടുള്ള നമ്മുടെ ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫ്രാൻസ് ആണ്. ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് ആരാണ്? ഫ്രാൻസ് ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ദിനങ്ങളാണ് കേട്ടോ. നമ്മൾ ഏപ്രിൽ മാസത്തെ പ്രധാന ദിനങ്ങളാണ്. ഏപ്രിൽ 7 എന്ത് ദിവസമാണ്? ലോക ആരോഗ്യ ദിനമാണ് അല്ലെ. ലോക ആരോഗ്യ ദിനമാണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത്. ഈ 2026 പ്രമേയം ചോദിച്ചാല് ആരോഗ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ ശാസ്ത്രത്തോടൊപ്പം എന്നതാണ് ഏപ്രിൽ 7ന്റെ ഈ ഒരു തീമായിട്ട് പറയുന്നത്. അപ്പൊ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം എന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഏപ്രിൽ 18 ലോക പൈതൃക ദിനമാണ് കേട്ടോ. ലോക പൈതൃക ദിനമാണ് ഏപ്രിൽ 18. അതുപോലെ ഭൗമദിനം ഇമ്പോർട്ടന്റ് ആണ്. ഏപ്രിൽ 22 ഭൗമദിനമാണ്. ഏപ്രിൽ 22 ഭൗമ ദിനമാണ്. അതുപോലെ പുസ്തക ദിനം ചോദിച്ചാൽ 23 പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23 കേട്ടോ. ഇനി 1-2 പുസ്തകം കൂടി നോക്കാം. കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൈലാഷ്
സത്യാർത്ഥിയുടെ പുസ്തകമാണ് കേട്ടോ. കൈലാസ് സത്യാർത്ഥിയുടെ പുസ്തകമാണ് കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നത്. അതുപോലെ മാതംഗ ലീല ആരുടേതാണ്? സന്തോഷ് ചെച്ചിക്കാനത്തിന്റെ പുസ്തകമാണ് മാതംഗ ലീല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.